വെൽക്കം ടു കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനൽ. കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കോപ്പറേറ്റീവ് ലോ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ സെക്ഷനിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ഈ 16 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ സെക്ഷൻസാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം നാളെ ചിലപ്പോൾ ഇന്ന സെക്ഷൻ നമ്മളോട് ചോദിച്ചിട്ട് ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് 16 ചാപ്റ്റർ ഉണ്ട് എന്നും അതിൽ ഏതൊക്കെ സെക്ഷൻസാണ് ഏതൊക്കെ ചാപ്റ്റർ ഉള്ളത് എന്ന് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതുപോലെ KCS റൂൾസിൽ ടോട്ടൽ 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും റൂളിൻ്റെ ഹെഡിങ് ചോദിച്ച് ഇത് ഏത് ചാപ്റ്ററിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാൻ വേണ്ടി സാധിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അങ്ങനെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇതുപോലുള്ള ചോദ്യങ്ങൾ മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമാണ്. നിങ്ങൾ ലോ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കി പഠിക്കണം. എങ്കിൽ മാത്രമേ ലോ പഠിക്കാൻ വേണ്ടി സാധിക്കൂ. ഇവിടെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് സെക്ഷൻ 5 ആണ്. രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഇവിടെ 2 സബ്സെക്ഷനാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് ക്ലിപ്തബാധ്യതയോട് കൂടി മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ദിസ് സബ്സെക്ഷൻ വിൽ നോട്ട് എഫക്റ്റ് ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്. എന്നാൽ പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ പറയുകയാണ്, ഈ നിയമം നടപ്പിൽ വരുന്ന സമയത്ത് ഒരുപാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാകാം. ആ സൊസൈറ്റികളിൽ ചിലപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സംഘങ്ങളും ഉണ്ടായിരിക്കാം. അങ്ങനെ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സംഘങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ ഒരിക്കലും ബാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത സെക്ഷൻ 5 സബ്സെക്ഷൻ 2 പറയുന്നു, ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഷാൾ ബി ദ ലാസ്റ്റ് വേർഡ് ഇൻ ദ നെയിം ഓഫ് എ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് ഈ നിയമപ്രകാരം ക്ലിപ്തബാധ്യതയോടുകൂടി രജിസ്റ്റർ ചെയ്യുന്ന സഹകരണ സംഘത്തിൻ്റെ പേരിൻ്റെ ഒടുവിലത്തെ വാക്ക് ലിമിറ്റഡ് എന്നോ ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയിൽ അതിന് തുല്യമായ വാക്കോ ആയിരിക്കേണ്ടതാണ്. നമുക്കിനി കുറച്ചുകൂടെ വിശദമായി പഠിക്കാം. എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി KCS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ സെക്ഷൻ 2 ഡെഫിനിഷൻ ജിയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന ഭാഗം എടുത്തു കഴിഞ്ഞാണ് അവിടെ എന്താണ് പറയുന്നത്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൗണ്ടപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ മെമ്പേഴ്സിൻ്റെ ബാധ്യത എങ്ങനെയായിരിക്കും എന്നാണ് പഠിച്ചത്. അതായത് ഒന്നിക്കൽ അവരെടുത്തിട്ടുള്ള ഷെയറിന് ആനുപാതികമായിരിക്കും. അതായത് അവരെത്രയാണോ ഷെയർ എടുത്തിരിക്കുന്നത് അതിൻ്റെ പോർഷൻ മാത്രമേ അവർ തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അതായത് ഏതെങ്കിലും വിധേന സൊസൈറ്റിയുടെ അസറ്റിന്മേൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുകയോ മാത്രമേ എന്തുള്ളൂ ലയബിലിറ്റിയായി വരുന്നുള്ളൂ. അല്ലാതെ ഒരു സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഉള്ള മുഴുവൻ ബാധ്യതയും ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സംഘങ്ങളിലെ മെമ്പേഴ്സ് ഏറ്റെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമത് പറയുന്നു, പ്രൊവൈഡഡ് ദാറ്റ് ദിസ് സബ്സെക്ഷൻ വിൽ നോട്ട് എഫക്റ്റ് ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നിങ്ങൾ തീർച്ചയായിട്ടും റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് തന്നെ പഠിക്കുക. കാരണം നാളെ എക്സാമിൽ ചിലപ്പോൾ റൈറ്റ്സ് ആൻഡ് അസറ്റ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റിയുടെ പകരം വേറെ എന്തെങ്കിലും പദങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റിക്കാൻ വേണ്ടി പാടില്ല. ഇവിടെ ആദ്യത്തെ സബ്സെക്ഷൻ പറയുന്നത് KCS ആക്ട് നടപ്പിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സംഘങ്ങളുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ ഒരിക്കലും ബാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അറ്റ് ദ ടൈം ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ നാളെ എക്സാമിൽ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് നമ്മളെ കൺഫ്യൂഷൻ ആക്കും. സോ ഒരിക്കലും അങ്ങനെ തെറ്റുത്തരം എഴുതാൻ വേണ്ടി പാടില്ല. ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അടുത്ത സബ്സെക്ഷൻ 2 പറയുന്നു, ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്. അതായത് ലിമിറ്റഡ് എന്ന പദം തീർച്ചയായിട്ടും വേണം, അല്ലെങ്കിൽ ഇതിന് പകരമായ മറ്റൊരു പദം വേണം. അത് എവിടെ നിന്നാണ് എടുക്കേണ്ടത്? എനി ഇന്ത്യൻ ലാംഗ്വേജ്. ഇവിടെ ശ്രദ്ധിക്കുക, എനി ഇന്ത്യൻ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. നാളെ
എനി ലാംഗ്വേജ് എന്ന് തന്നു കഴിഞ്ഞാൽ ഒരിക്കലും എഴുതാൻ വേണ്ടി പാടില്ല. എനി ഇന്ത്യൻ ലാംഗ്വേജ് അതായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അതുമാത്രമല്ല, ആ സൊസൈറ്റിയുടെ പേരിൻ്റെ ഏറ്റവും അവസാനമാണ് ലിമിറ്റഡ് എന്ന പദം ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഓരോ വീഡിയോസും വളരെ ഡീറ്റെയിൽഡായി പഠിപ്പിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക.